ഹോംമെയ്ഡിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരുന്നത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബോഡി വാഷാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് സോപ്പാണ്, കുളിക്കാൻ യൂസ് ചെയ്യുന്നത്. സോപ്പ് നമ്മുടെ സ്കിൻ ഭയങ്കര സ്മൂത്തായിട്ടിരിക്കണം, സോഫ്റ്റായിട്ടിരിക്കണം, മോയ്സ്ചറൈസിങ് നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി സോപ്പ് ഇങ്ങനെ വാങ്ങി പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. പക്ഷേ സോപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സ്കിന്ന് ഭയങ്കര റഫ് ആവാനും മോയ്സ്ചറൈസിങ് ഒക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആവാനൊക്കെയാണ് സത്യം പറഞ്ഞാൽ സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പറ്റുന്നത്. അപ്പോൾ ബോഡി വാഷ് ആണെങ്കിൽ അത് അത്രയും നമുക്ക് ഹാംഫുൾ അല്ല. പക്ഷേ അത് വീട്ടിലുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അത് എത്ര നന്നായിരിക്കും. സോ വീട്ടിൽ നമുക്ക് എങ്ങനെ ഒരു ബോഡി വാഷ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടത് ഒരു 4 ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഓർഗാനിക് ഹണി അല്ലെങ്കിൽ റോ ഹണി, അതായത് നമ്മൾ തേനീച്ചയുടെ കൂടിൽ നിന്നും അങ്ങനെ എടുക്കുന്ന ആ ഒരു മിശ്രിതമാണ്. പിന്നെ വേണ്ടത് നമുക്ക് ലിക്വിഡ് കാസ്റ്റൈൽ സോപ്പ്, ദെൻ നാച്ചുറൽ ഓയിൽ, എസെൻഷ്യൽ ഓയിൽ. അതിൽ ഹണി നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ബ്യൂട്ടി ഇൻഗ്രീഡിയൻറ്റിലും ആഡഡ് ആണ്. നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡ് റെസിപ്പിയിലെല്ലാം ഹണി യൂസ് ചെയ്യുന്നുണ്ട്. ഹണി സ്കിൻ സോഫ്റ്റൻ ചെയ്യാനും സൺ ടേൺ മാറ്റാനും സ്മൂത്തൻ ചെയ്യാനും നമ്മുടെ കയ്യിലൊരു ഊണ്ടുണ്ടായാൽ പോലും അത് മാറ്റാൻ നമുക്ക് ഹണി സഹായിക്കും. സോ ഹണി വേണം, ലിക്വിഡ് കാസ്റ്റൈൽ സോപ്പ് വേണം. ലിക്വിഡ് കാസ്റ്റൈൽ സോപ്പ് അതൊരു ലിക്വിഡ് ഫോമാണ്, പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണും. അത് വെജിറ്റബിൾ ഓയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഒരിക്കലും അതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള അനിമൽ ഫാറ്റോ സിന്തറ്റിക് ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല. വെജിറ്റബിൾ ഓയിലിൽ നിന്ന് വളരെ പ്യുവറാണ് ലിക്വിഡ് കാസ്റ്റൈൽ സോപ്പ്. അത് ശരിക്കും നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റാണ്, നമ്മുടെ ദേഹത്തിൽ അഴുക്കൊക്കെ പോകാൻ സഹായിക്കുന്ന ഒരു ക്ലെൻസിങ് ഏജൻറ്റാണ് ലിക്വിഡ് കാസ്റ്റൈൽ സോപ്പ്. അത് ഇപ്പോൾ ഓൺലൈനിൽ വരെ വാങ്ങാൻ കിട്ടും. ആമസോണിലൊക്കെ ഡോക്ടർ ബ്രോണേഴ്സ് എന്ന ബ്രാൻഡിൽ നമുക്കത് അവൈലബിൾ ആണ് ലിക്വിഡ് കാസ്റ്റൈൽ സോപ്പ്. പിന്നെ വേണ്ടത് നാച്ചുറൽ ഓയിലാണ്. നാച്ചുറൽ ഓയിൽ ഈവൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും 1 ടീസ്പൂൺ ഒലിവ് ഓയിലും ചേർന്ന മിശ്രിതമാണ് നാച്ചുറൽ ഓയിലായിട്ട് ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് എസെൻഷ്യൽ ഓയിലാണ്. എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ലാവൻഡർ ഉണ്ട്, റോസ്മേരി ഉണ്ട്. ലാവൻഡർ ഈസ് ബ്യൂട്ടിഫുൾ സ്മെൽ, നല്ല അരോമയാണ് ലാവൻഡറിന്. ആ മണം കുറേ സമയം നിൽക്കും നമ്മുടെ ബോഡിയിൽ. സോ ലാവൻഡർ, ഐ പ്രിഫർ ലാവൻഡർ. സോ ഇത്രയാണ് നമുക്ക് വേണ്ടത്. സോ ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിന് എത്രയ്ക്ക് അളവ് വേണം എന്ന് ഞാൻ പറയാം. 3 ടേബിൾ സ്പൂൺ ലിക്വിഡ് കാസ്റ്റൈൽ സോപ്പ്, 3 ടേബിൾ സ്പൂൺ നമ്മുടെ ഓർഗാനിക് ഹണി, ദെൻ ഒരു 20 തുള്ളി എസെൻഷ്യൽ ഓയിൽ, 2 ടേബിൾ സ്പൂൺ നാച്ചുറൽ ഓയിൽ. നാച്ചുറൽ ഓയിൽ ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ, ഒരു ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ് നാച്ചുറൽ ഓയിൽ. അതൊരു 2 സ്പൂൺ. ഇത്രയും എടുത്ത് ഒരു ഗ്ലാസ് ബൗളിൽ എടുക്കുക. ഗ്ലാസ് ബൗളിൽ എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഈവൻ നിങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടി മിക്സറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഗ്രൈൻഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത് പതഞ്ഞു പോകും. പതഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് അതിനെ ഒരു കണ്ടെയ്നറിലാക്കി ബാത്റൂമിൽ സൂക്ഷിക്കാം. ഇത്രയും മതി. കഴിഞ്ഞു, നമ്മുടെ ഹോം മെയ്ഡ് ബോഡി വാഷ് ഉണ്ടായി കഴിഞ്ഞു. അത് നമ്മുടെ ആവശ്യത്തിന് ഈവൻ ഒരു സ്പോഞ്ച് ഉപയോഗിക്കുക. വെറുതെ കയ്യിലെടുത്തിട്ട് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അളവ് കൂടുതൽ വേണം ഈ മിശ്രിതത്തിൻ്റെ. ഇവൻ എല്ലാം അത്യാവശ്യം നല്ല ഓയിൽസ് ആണ്, എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അത് അധികം എടുത്ത് കളയണ്ട. ഒരു സ്പോഞ്ചിലെടുത്തിട്ട് നമുക്ക് ആവശ്യമായ ഒരു 4-5 ഡ്രോപ്പ് ഒഴിക്കുക. ദെൻ അത് നമ്മൾ ബോഡിയിൽ കഴുകി കളയുക. ഭയങ്കര നല്ലൊരു ഹോം മെയ്ഡ് റെസിപ്പിയാണിത്. നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആയിട്ടിരിക്കും. നിങ്ങൾ പറയുന്ന പോലെ ഗ്ലോ നിലനിർത്താൻ പറ്റും. സ്കിൻ പെട്ടെന്ന് ചുളിഞ്ഞൊന്നും പോകത്തില്ല. സ്കിന്നിൻ്റെ ആ ഒരു നനവും മോയ്സ്ചറൈസിങ്ങും ഒന്നും പോയി സ്കിൻ ചുളിഞ്ഞൊന്നും പോകത്തില്ല. ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കും. സോ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി. നമുക്ക് വീണ്ടും അടുത്തൊരു ഹോം മെയ്ഡ് റെസിപ്പിയിൽ കാണാം. ബൈ ബൈ.